ഗൈസ് രാത്രി ഫുഡ് കഴിക്കാൻ പോയതാണ് ഗൈസ്. ഫുഡ് കഴിച്ച് പോന്നു. ലേറ്റായിട്ട് കഴിക്കാൻ പോയതാ. പള്ളർച്ചങ്ങ കഴിച്ച് ലൈറ്റ് പറഞ്ഞാൽ റോട്ടിലെ ലൈറ്റ് മാത്രമേ കഴിക്കാത്തുള്ളൂ. ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇങ്ങനെ പോകുന്ന റൂമിൽ. എയർപോർട്ട് നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങണ്ടോ? ഈ പപ്പായോടി മേടിക്കട്ടെ കേട്ടോ. പപ്പായ മേടിച്ചിട്ട് രാത്രി ഒരു ലൈറ്റ് ജ്യൂസും ഉണ്ട്. ലൈറ്റ് ജ്യൂസ് അത് മതി. ലൈറ്റായിട്ടൊരു ജ്യൂസ് മേടിക്കണം രാത്രി. നമ്മളെ വയറിനൊരു സുഖം കിട്ടുള്ളൂ. ഏതാ നല്ലേ? അതെത്ര? ഇതെത്ര? വലിയ കൂടുതൽ റേറ്റുള്ളതൊന്നും വേണ്ട. മറ്റേത് എത്രയാണ് കൂടുതൽ? വേണ്ട, 70 മതി. ഒരു പപ്പായ കിണീനൊക്കെ 70 പപ്പായ ഡെയിലി കഴിക്കണേ. ഇപ്പം ഇന്നലെ അതന്നെ കഴിച്ചേ, മിനിയാന്നും അല്ല കഴിച്ചേ ഡെയിലി. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ വയറ് നിറഞ്ഞിക്കണേ. എല്ലാം പാടെ ഫുഡ് അങ്ങ് കഴിച്ച് അവനാൻ്റെ വയറാണെന്നുള്ള ഒരു ഓർമ്മ ഉണ്ടായാൽ മതി. അങ്ങനെ കഴിച്ചാൽ മതി. നീ കഴിച്ചോ, ഞാൻ അവർക്കാണെങ്കിൽ അവർക്കും കഴിക്കാം. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അവർ റൂമിലെത്തിയോ? വെരി ഡോഗ് ഇവിടെ എന്ന് പറഞ്ഞ മാതിരി ഡോഗുകളെ കാണാം. കിടക്കണില്ലേ ഓരോ സാധനങ്ങളൂടെ റോട്ടിൽ കണ്ടമാ നായക്കളുണ്ട്. ഒന്നേകാലായില്ലേ സമയം? 1:20 പെട്ടെന്നില്ലേ സമയം പോണപ്പോൾ. ഓക്കെ, നായ്ക്കളെ കുരക്കുന്നു. എവിടുന്നെല്ലാം കുരക്കുന്നു. പേടിയാണ്. എന്താ ഇവിടെ ഓരോന്ന് കിടക്കുന്നത്? ഇവിടുന്നല്ല, വേറെ ആ ഗല്ലിയിൽ നിന്നാണ്. അപ്പുറത്തെ ഗല്ലിയിൽ നിന്നാണ് നമ്മൾ ഗല്ലി. രാത്രി തവള ഇത് വളഞ്ഞ് ശ്രദ്ധിച്ച് പോണല്ലേ. എന്താണ് അങ്ങനെയൊക്കെയാണ് സംഭവം. നാളെ ദിവസം നമ്മുടെ വ്യാഴാഴ്ചയില്ല. പെട്ടെന്ന് ദിവസങ്ങൾ പോണേ. ഒരാഴ്ച കഴിഞ്ഞ് പെരുന്നാളുമായി. കട കൂടെ പറഞ്ഞാണ്ട് പെട്ടെന്ന് അത് എടുക്കണ അവിടെ ദൂരാണ്. തട്ടിയാ പോയി അടിച്ചു കയറി. അങ്ങനെ റൂമിലെത്തി ഗൈസ്. ഓക്കെ, ശരി എന്നാൽ ഞാൻ പപ്പായ വെട്ടിയിട്ട് കഴിച്ചിട്ട് കിടന്നു തുടങ്ങട്ടെ കേട്ടോ. ഓക്കെ, ശരി എന്നാൽ.